നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് മലയാളത്തെ, കേരളത്തെ, പ്രത്യേകിച്ച് മലയാളത്തെ ഇന്ത്യൻ സിനിമയുടെ നെറുകയിലെത്തിച്ച മഹാനായ ഒരു കലാകാരൻ. പേരറിയാത്തവർ എന്ന സിനിമയിലൂടെ നാഷണൽ അവാർഡ് വാങ്ങിയ ശ്രീ സുരാജ് വെഞ്ഞാറമൂടാണ് നമ്മോടൊപ്പം ഉള്ളത്. സുരാജ് ഏട്ടാ, സ്വാഗതം. നമസ്തേ. ആദ്യമായി അഭിനന്ദനം അറിയിക്കുകയാണ് നാഷണൽ അവാർഡ് വാങ്ങിയതിൽ. താങ്ക് യു. നാഷണൽ അവാർഡ് വാങ്ങി നിൽക്കുന്ന ഈ വേളയിൽ, പേരറിയാത്തവർ എന്ന സിനിമയിൽ ഒരു വ്യത്യസ്ത കഥാപാത്രമായി നാഷണൽ അവാർഡ് വാങ്ങി നിൽക്കുന്ന ഈ വേളയിൽ സുരാജ് ഏട്ടന് എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുള്ള മുഹൂർത്തമാണ്. അതിന് ആദ്യമേ നന്ദി പറയേണ്ടത് ആ സിനിമയുടെ ഡയറക്ടർ, പേരറിയാത്തവരുടെ ഡയറക്ടർ ഡോക്ടർ ബിജു, അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ അനിൽ അമ്പലക്കര. അവരോട് അങ്ങേറ്റം നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് ശരിക്കും മലയാളികൾക്ക്, ഇല്ലെങ്കിൽ മലയാള ഭാഷയ്ക്ക്, മലയാള സിനിമയ്ക്ക്, മിമിക്രി കലാകാരന്മാർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ മലയാളത്തിന് വളരെ കുറച്ച് അവാർഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തത്. വളരെ സന്തോഷം തോന്നിയ മുഹൂർത്തമാണ് പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് അത് ഏറ്റുവാങ്ങുമ്പോൾ. ഒരു മലയാളി എന്ന രീതിയിൽ വളരെ അഭിമാനം തോന്നിയ ഒരു മുഹൂർത്തമാണ്. സംവിധായകന്റെ കൂടി ശ്രമഫലമായിട്ടാണ് സുരാജ് ചേട്ടന് അവാർഡ് ലഭിച്ചെന്ന് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞു. ഇതേ സംവിധായകൻ തന്നെ അല്പം മുമ്പ് പല മാധ്യമങ്ങളോടും പറഞ്ഞു, സുരാജ് ചേട്ടന് സംസ്ഥാന അവാർഡ് കൂടി ലഭിക്കേണ്ടതായിരുന്നു, ഒരുപക്ഷെ സംസ്ഥാന അവാർഡ് ഒരു ഹാസ്യതാരത്തിനുള്ള അവാർഡ് കൊടുത്തത് അല്ലെങ്കിൽ കൊടുക്കരുതായിരുന്നു എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ചേട്ടൻ എന്താണ് പ്രതികരിക്കാനുള്ളത്? അത് പുള്ളിയുടെ കാഴ്ചപ്പാട്. കാരണം പുള്ളിയാണ് ആ സിനിമയുടെ സംവിധായകൻ, തിരക്കഥാകൃത്ത്, ആൾ ഇൻ ഓൾ പുള്ളിയാണ്. അപ്പോൾ പുള്ളിയുടെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളിക്ക് പ്രതികരിക്കാം. പക്ഷേ ആസ് എൻ ആക്ടർ എന്ന രീതിയിൽ എനിക്ക് രണ്ടും ഒരേ തുല്യ പരിഗണനയിൽ തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, സ്വീകരിച്ചിരിക്കുന്നു. കാരണം ഞാനിപ്പോൾ ഒരു അഭിനയത്തിൽ വലിയ ഒരു യൂണിവേഴ്സിറ്റി ഒന്നുമല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ്, ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നമുക്ക് ഒരു പ്രോത്സാഹനപരമായിട്ട് എന്ത് കിട്ടിയാലും അതൊരു വലിയ അംഗീകാരമായിട്ട് തന്നെ കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയതും വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഹാസ്യതാരത്തിനുള്ള അവാർഡ് കിട്ടിയതിൽ അതിലേറെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഹാസ്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ നാഷണൽ അവാർഡ് വരെ എത്തിയത്. അപ്പോൾ വന്ന വഴി മറന്നില്ലല്ലോ. എൻ്റെ അമ്മ വരെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് സംസ്ഥാന അവാർഡ് ഹാസ്യതാരത്തിനുള്ളത് തന്നെ കിട്ടണമെന്ന്. അതും ഒരു ചരിത്ര രേഖകളിൽ എഴുതി വയ്ക്കാം. ഇതുവരെ നാഷണൽ അവാർഡ് വാങ്ങിയ ആർക്കും സംസ്ഥാന അവാർഡിൽ കൊമേഡിയന് അവാർഡ് കിട്ടിയിട്ടില്ല, ഒരുമിച്ച് കിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അത് വളരെ സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിച്ചു. ഇതുവരെയുള്ള സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പേരറിയാത്തവർ എന്ന സിനിമയ്ക്ക് എടുത്തു പറയാനുള്ള ഒരു സവിശേഷത, സുരാജ് ചേട്ടൻ അതിലെ 8 ഡയലോഗുകൾ മാത്രമേ ഉണ്ടായിരുന്നു. ഈ 8 ഡയലോഗുകൾ വെച്ച് ഇതുവരെ ഒരു കൊമേഡിയനായി അല്ലെങ്കിൽ നല്ലൊരു കോമഡി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച സുരാജ് ചേട്ടന് വെറും 8 ഡയലോഗ് വെച്ച് ബാക്കി എക്സ്പ്രഷൻ വെച്ചിട്ടും അതിനായിട്ടുള്ള ഒരു വെല്ലുവിളി എങ്ങനെയായിരുന്നു? ഒന്ന്, ഈ നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞ 10-15 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് പേരറിയാത്തവർ എന്ന ഈ സിനിമ. പാർശ്വവൽക്കരിക്കപ്പെട്ട കുറേ സമൂഹമുണ്ട്, അവരുടെ കഥയാണ്. അപ്പോൾ ഞാൻ ഒരു സാധാരണക്കാരനാണ്. സാധാരണക്കാരൻ്റെ വേദനകളും വിഷമങ്ങളും അവൻ പ്രതികരണശേഷിയും ഇതെല്ലാം എനിക്കറിയാം. പിന്നെ ഇതുപോലുള്ള ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലെ തൂപ്പുകാരനായിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇത്തരം സഹോദരന്മാരെയും എല്ലാവരെയും ഞാൻ കണ്ടിട്ടുണ്ട്, അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, മറ്റുള്ളവൻ്റെ വിഷമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഞാനും ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് വന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ എനിക്ക് ഈ സിനിമ ചെയ്തപ്പോൾ വളരെ പ്രയോജനപ്പെട്ടു. അതായത് അനുഭവങ്ങൾ ഈ സിനിമയിലൂടെ അറിയാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും. സെറ്റിൽ വെച്ച്, അതായത് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ചെളിയിൽ വീഴുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു, ചിത്രീകരിക്കേണ്ട ആവശ്യം വന്നപ്പോൾ സുരാജ് ചേട്ടൻ ഡ്യൂപ്ലിക്കേറ്റ് ചെളിയിൽ വീഴാതെ, ഒരുക്കി വെച്ചിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ചെളിയിൽ വീഴാതെ നേരിട്ട് അഴുക്കുകൂനയുടെ നേരിട്ട് ആ ചെളിയിലേക്ക് വീഴുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. ഇത്രയും സാധാരണ ഒരു ആക്ടർ ഇപ്പോൾ നിലവിൽ മലയാള സിനിമയിലുള്ള ഒരു ആക്ടർ ചെയ്യാത്ത ഒരു കാര്യമാണ്. അത് ചെയ്തപ്പോൾ സുരാജ് ചേട്ടൻ ഉള്ളിൽ തോന്നിയ വികാരം എന്തായിരുന്നു? അത് അതിന് സെറ്റിടാന്ന് പറയുന്നു. വലിയ ഒരു ചെളി കൂമ്പാരത്തിലേക്ക്, പ്രത്യേകിച്ച്
ഈ മാലിന്യങ്ങൾ കൊണ്ട് അടിഞ്ഞുകൂടി കിടക്കുന്ന സ്ഥലത്തേക്ക് സുരാജ് ചേട്ടന് വീഴണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചു, സാർ ഇതിൽ വീണ് കഴിഞ്ഞാൽ സുരാജ് ഇതിൽ അതാണ് ഒറിജിനാലിറ്റി എന്ന് പറയുന്നത്, നമുക്ക് സിനിമയിൽ അത്രയും ഇത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സന്തോഷമാണെന്ന് ഡയറക്ടർ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വീഴാം, പക്ഷെ ഒറ്റ ടേക്കേ പറ്റുള്ളൂ, കാരണം പിന്നെ ഇത് കഴിഞ്ഞാൽ നല്ല വെയില, അവിടുന്ന് 1.5 കിലോമീറ്ററേ ഉള്ളൂ സൂര്യൻ, അത്രയ്ക്ക് ചൂടാണ്. അപ്പൊ ചൂടും ഇതിന്റെ എല്ലാം സ്മെല്ലും സഹിച്ച് ഇത്രയും നേരം ഇനി വന്നിട്ട് ഇതെല്ലാം കലക്കി കൊണ്ടുവന്ന് അതിന്റെ ഒരു ആർട്ട് ഡയറക്ടർ വന്നിട്ട് ഇതെല്ലാം ചെയ്തു വരികയാണെങ്കിൽ വീണ്ടും അത്രയും സമയം ഞാൻ അവിടെ നിൽക്കണം, അത്രയും വെയിലുള്ളതാണ്. അപ്പോൾ ഡയറക്ടർ പറയുന്നു ഇതിൽ നേരിട്ട് വീണ് കഴിഞ്ഞാൽ അത്രയും നമ്മുടെ സിനിമയ്ക്ക് ഒരു ഒറിജിനാലിറ്റി കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഐ ഡു ഇറ്റ്. അങ്ങനെയാണ് അതിലേക്ക് ചാടിയത്. എന്നിട്ട് ഉടൻ തന്നെ വാഷ് ചെയ്യാനുള്ള സൗകര്യമല്ല എല്ലാം ചെയ്തു. അതൊക്കെ ചാടിയെല്ലാം ഡീറ്റെയിൽ ഇട്ട് കഴുകിയിട്ടൊക്കെ ക്ലിയർ ആക്കി എടുത്തു അല്ലേ? അതെ. അപ്പോ ഇവിടെ അഭിനയത്തിന്റെ കാര്യത്തിലും അതുപോലെ ശബ്ദം, ഈ 8 ഡയലോഗുകളും പറയുന്നതില് ചേട്ടൻ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും അവിടെ ആ ഡയലോഗുകൾ ഒരു സിങ്ക് ചെയ്യുന്ന രീതിക്ക് അല്ലെങ്കിൽ ക്ലാഷ് ആവാത്ത തരത്തിൽ ഉപയോഗിച്ചു. ഇത് മിമിക്രിയിൽ നിന്ന് കിട്ടിയ ഒരു ഗുണമാണോ? തീർച്ചയായിട്ടും. അത് അതിന്റെ സൗണ്ട് റെക്കോർഡിസ്റ്റ് എന്നോട് വിളിച്ചിട്ട് വളരെ നല്ല അഭിപ്രായം. ജയദേവൻ വിളിച്ചിട്ട് പറഞ്ഞു സാധാരണ ആൾക്കാർ സ്പോട്ട് ഡബിങ്, അപ്പോൾ അപ്പം നടക്കുന്നതെല്ലാം ഇതിൽ റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് കറക്റ്റ് ടൈമും കിട്ടിയത് എനിക്ക് തോന്നുന്നു മിമിക്രിയിൽ നിന്നാണ്. മിമിക്രിയിൽ ഒരു സ്റ്റേജ് ഷോ ഉണ്ടെങ്കിൽ അതിൽ 2 മണിക്കൂർ പ്രോഗ്രാം ആണെങ്കിൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുകളാണ് ഓരോ സമയത്തും വന്നു പോകുന്നത്, അതും ക്ലാഷ് ആകാതെ പരസ്പരം. അപ്പോൾ അതൊക്കെ നേരത്തെ എനിക്ക് എക്സ്പീരിയൻസ് കിട്ടിയത് മിമിക്രിയിൽ നിന്നാണ്. അതുകൊണ്ടാവാം അങ്ങനെ ചെയ്യാൻ സാധിച്ചത്. അതിൻ്റെ സൗണ്ട് റെക്കോർഡിസ്റ്റ് ജയദേവൻ വിളിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സുരാജ് ഏട്ടൻ സെറ്റില് ഇന്ദ്രൻസ് ഏട്ടന്റെ മകളായി അഭിനയിച്ച ഒരു കുഞ്ഞിനെ വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു. കുഞ്ഞുങ്ങളോടുള്ള പെൺകുഞ്ഞുങ്ങളോടുള്ള സ്നേഹം ചേട്ടൻ ഒരുപാടുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. അതാണോ മകളുടെ പേരിനോട് കൂടി സുരാജും കൂടെ ചേർക്കാനുള്ള കാരണം? അല്ല, അത് അച്ഛന്റെ പേര് എല്ലാവരും ഇടുന്ന കൂട്ടത്തിൽ ഹൃദയ സുരാജ് എന്ന് വെച്ചതാണ്. അല്ലാതെ മകന്റെ പേരിനോട് കണ്ടില്ല. അല്ല, മകന്റെ പേരിന് സാധാരണ അങ്ങനെ പൊതുവെ ആരും ഇടാറില്ല. ഹൃദയ സുരാജ് എനിക്ക് പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളോട് ഒരുപാട് ഇഷ്ടമാണ്. ഞാനും ഒരുപാട് പ്രാർത്ഥിച്ച് അങ്ങനെ കിട്ടിയതാണ് എനിക്കൊരു പെൺകുഞ്ഞ്. പിന്നെ ഈ സിനിമയിൽ ആദിവാസി കുട്ടിയുമായിട്ട് കൂടുതൽ അടുക്കാൻ കാരണം ഈ കുട്ടിയെന്നല്ല എല്ലാ പെൺകുഞ്ഞുങ്ങളോടും എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഈ സാധാരണക്കാരാവുമ്പോൾ നമുക്ക് കൂടുതൽ ഇന്ന് സംസാരിക്കാൻ, ആ കുഞ്ഞ് അഭിനയിക്കാൻ വരുമ്പോൾ ഞാൻ അതിനോട് ചോദിച്ചിട്ടുണ്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അച്ഛൻ, അമ്മ, പിന്നെ ജ്യേഷ്ഠൻ എന്ത് ചെയ്യുന്നു, വിശേഷങ്ങൾ തിരക്കണം. അല്ലാതെ നമ്മൾ ഒരു ആക്ടർ എന്ന രീതിയിൽ കയറിയിട്ട് ഇങ്ങനെ മസിലും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നതിനോട് ഞാൻ ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടുമില്ല. എല്ലാവരോടും നേരത്തെ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അവാർഡ് കിട്ടിയപ്പോഴും അപ്പോൾ ആ കുഞ്ഞുമായിട്ട് ഒരുപാട് നേരം, പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായത് ആ കുഞ്ഞ് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് എനിക്ക് മാമ ഇനി എന്നങ്കിലെ മാമനെ കാണാൻ പറ്റുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. എനിക്ക് എന്തായാലും ഈ അവാർഡ് കിട്ടിയില്ലായിരുന്നെങ്കിലും ഞാൻ ഒരിക്കൽ കൂടി ആ സ്ഥലത്ത് പോയിട്ട് ആ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതിപ്പോൾ ഈ ഷൂട്ടിങ്ങിന്റെ ഗ്യാപ്പിൽ ഞാൻ പോകും. ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. ഞാൻ ചുരിദാറ് പിന്നെ കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. കാര്യം അങ്ങനെ സമൂഹത്തിൽ ഞാൻ പറഞ്ഞില്ലേ പാർശ്വവൽക്കരിക്കപ്പെട്ടു, അവരൊക്കെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ്. ആ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് അവസാന ഭാഗങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അസിസ്റ്റന്റ് ക്യാമറമാൻ ശർമ്മ ചേട്ടനോട് പറയുകയുണ്ടായി, സുരാജ് ചേട്ടന് നാഷണൽ അവാർഡ് ഉറപ്പാണെന്ന്. ഇവിടെ അസിസ്റ്റന്റ് ക്യാമറമാൻ ശർമ്മയുടെ വാക്കുകൾ ഫലിച്ചതാണോ അതോ സുരാജ് ചേട്ടന്റെ ഭാഗ്യം തെളിഞ്ഞതാണോ? എന്ത് കരുതുന്നു? ഇതിപ്പോ ഒരു അവാർഡ് കിട്ടുമ്പോൾ എന്നോടിപ്പോ എന്റെ അവസ്ഥയാണ് ഇപ്പൊ പറയുന്നത്. ഞാൻ തലേ ദിവസം ഒരു ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവര് പറയുന്നു, ഫോൺ വിളിക്കും, സുരാജ ഈ അവാർഡ് കിട്ടിയ എങ്ങനെയാണെന്ന് അറിയാം, ഈ ക്ഷേത്രത്തിൽ വന്നുകൊണ്ടാണ് എന്ന് പറയും. ഞാൻ ഒരാളോടും അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ടില്ല. കാര്യം അത് അവരുടെ സന്തോഷം, ആ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. ശർമ്മ പറയുന്ന വാക്കുകൾ
ശർമ്മ അത്രയും നേരം അത്രയും ഉറപ്പിച്ച് പറയാൻ ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം? ചേട്ടാ എഡിറ്റ് ചെയ്ത കുറേ വേർഷൻ ഞാൻ കണ്ടു, അത് വളരെ അസലായിട്ടുണ്ട് എന്ന് പറയുന്നു. കാരണം അഭിനയിക്കുന്ന എനിക്കറിയില്ലല്ലോ, ഞാൻ എങ്ങനെയാണ് പിന്നെ ഇത് കറക്റ്റാണോ അത് മറ്റുള്ളവരല്ലേ ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ ക്യാമറ അസിസ്റ്റന്റ്, ഞാൻ നോക്കുന്ന ഡയറക്ടർ പറഞ്ഞാലും ചിലപ്പോൾ ക്യാമറാമാൻ പറഞ്ഞാലും കൊള്ളാം എന്ന് പറയുന്നുണ്ട്, സുരാജ് ഉഗ്രനായിട്ടുണ്ട്. പക്ഷെ അത് സാധാരണ ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സന്തോഷം. അങ്ങനെ അസിസ്റ്റന്റ് ക്യാമറാമാൻ പറഞ്ഞു, ഇങ്ങനെ സുരാജ് അണ്ണാ നിങ്ങൾക്ക് നാഷണൽ അവാർഡ് ഉറപ്പാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡ്രസ്സ് ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. അതുകൊണ്ട് വീട്ടിൽ വന്നു ഞാൻ പറഞ്ഞു അവാർഡ് ദിവസം ഇതെടുത്തിടും. അതുപോലെ അവാർഡ് ദിവസം ഡൽഹിയിൽ വെച്ച് ഇതെടുത്തിട്ടു. ഇട്ടു. പക്ഷെ അതുകൊണ്ട് പ്രസിഡന്റ് അടുത്തോട്ട് പോകാൻ പറ്റില്ല, ഇറക്കി വിടണമെങ്കിലോ. കാര്യം കൈലിയും ഷർട്ടുമാണ്, ഹാഫ് കൈ ഷർട്ടുമാണ്. അങ്ങനെ വളരെ സന്തോഷം. അങ്ങനെ ആളെ വിളിച്ചിട്ട് ഞാൻ ഒരു ഗിഫ്റ്റും കൊടുത്തു ശർമ്മയ്ക്ക്. പിന്നെ വേറൊരിടത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ലൈവായിട്ട് ചിത്രീകരിക്കുമ്പോൾ, അതായത് ഹിഡൻ ക്യാമറ ഹിഡൻ ആക്കി വെച്ചുകൊണ്ട് സുരാജേട്ടൻ ഇറങ്ങി പൊതുനിരത്തില് അത് ശരിക്കും എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇപ്പോൾ ഒരു മീഡിയയില് ഡയറക്ടറാണ്, അമ്മ സീരിയലിന്റെ. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാൻ ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന ക്യാരക്ടർ, അതായത് എൻ്റെ മകനായിട്ട് അഭിനയിക്കുന്ന ആള്, നമ്മുടെ ഡോക്ടർ ബിജു സാറിന്റെ മകനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൈയും പിടിച്ചിട്ട് ഞാനിങ്ങനെ കടത്തിനയിലിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളി ചോദിക്കുകയാണ്, സുരാജ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ കാണാനില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ അറിയുന്നില്ല. അപ്പം ഞാൻ ക്യാരക്ടറായിട്ട് തന്നെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഹിഡൻ ക്യാമറ പല സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് നമ്മുടെ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിനകത്താണ് ഷൂട്ടിങ്. ഭയങ്കര തിരക്കാണ്. അവിടുന്ന് ഈ കുഞ്ഞിന്റെ കൈയും പിടിച്ച് ഞാൻ നേരെ ബസ്സിൽ കയറുന്നത് വരെയാണ് ഷോട്ട്. ഞാനങ്ങനെ പോയപ്പോൾ ഒരാളും എന്നെ തിരിച്ചറിഞ്ഞില്ല, എൻ്റെ അത്രയും അടുത്ത സുഹൃത്ത് പോലും എന്നെ തിരിച്ചറിഞ്ഞില്ല. എന്നിട്ട് കോസ്റ്റ്യൂം അങ്ങനെ വലിയ മേക്കപ്പ് ഒന്നും ഇല്ല, ചെറിയ താടി കഥാപാത്രത്തോട് ഇണങ്ങി ചേർന്ന് പോയി കട്ട് പറഞ്ഞു. തിരിച്ച് ഞാൻ സുരാജായിട്ടാണ് ഇറങ്ങി വന്നത്. അപ്പോൾ അവിടെ ഉള്ള എല്ലാവരും വന്ന് കെട്ടിപ്പിടിച്ച് ഭയങ്കര, അതിനുശേഷം തിരിച്ചറിഞ്ഞു. അത് തന്നെ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് എനിക്ക് കഥാപാത്രം എന്ന നിലയിൽ. തീർച്ചയായിട്ടും. ഇവിടെ ഈ പേരറിയാത്തവൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചപ്പോൾ, കഥ കേട്ടപ്പോൾ, അല്ലെങ്കിൽ കഥയെക്കുറിച്ച് വിവരിച്ചു തന്നപ്പോൾ ഡയറക്ടർ, സംവിധായകൻ ചേട്ടനോട് എന്താണ്, ഏത് രീതിക്കാണ് പെരുമാറിയത്, എങ്ങനെ അഭിനയിക്കണമെന്നാണ് പറഞ്ഞത്? അത് ഒന്ന് നമുക്ക് കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഈ വീട്ടിൽ വെച്ചിട്ടാണ് എന്നോട് ആദ്യമായിട്ട് കഥ പറയാൻ. എന്നെ വിളിച്ചപ്പോൾ തന്നെ, ഡോക്ടർ ബിജു സാർ വിളിച്ചപ്പോൾ തന്നെ ഒരുപാട് ഒരു വലിയൊരു അംഗീകാരമായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ ഹ്യൂമർ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പെട്ടെന്ന് ഇത്രയും ഒരു മുഴുനീള ക്യാരക്ടർ, സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചപ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നി. പിന്നെ ഇവിടെ വന്നിട്ട് അതിൻ്റെ ഓൺലൈൻ ഒന്ന് പറഞ്ഞു, ഇതാണ് കഥാ സാരം. അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉള്ള കുറേ അനുഭവങ്ങൾ വന്നു. അപ്പം ഞാൻ അദ്ദേഹമായിട്ട് ചർച്ച ചെയ്തു, സാർ ഇങ്ങനെയല്ലേ, കറക്റ്റാണ്. എന്നോട് ഒന്നും പറയാതെ തന്നെ ഫസ്റ്റ് ഷോട്ടിൽ അപ്പിയറൻസ് ഒക്കെ പുള്ളി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഇതാണ് വേണ്ടത്, ഇത് മതി, ത്രൂ ഔട്ട് ഈ ഒരു അവസ്ഥ തന്നെ ആയിരിക്കണം. എന്നിട്ട് പിന്നെ അഭിനയിച്ചു തുടങ്ങി. അത് ഇത്ര വലിയൊരു പുരസ്കാരം കിട്ടി, ഒരുപാട് സന്തോഷം. ഈ പുരസ്കാരം കിട്ടി നിൽക്കുന്ന വേളയിൽ പുരസ്കാരം ഒഴിവാക്കുകയാണെങ്കിൽ സിനിമ 100 ദിവസം ഓടും, അങ്ങനെ ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ ചേട്ടൻ ഇതിൽ ഏത് സെലക്ട് ചെയ്യും? സിനിമ 100 ദിവസം ഓടട്ടെ, പുരസ്കാരം അത് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. കാരണം ഈ സിനിമ ഒരു കലാകാരന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം തന്നെയാണ്. ഒരു ആർട്ടിസ്റ്റിന് കിട്ടേണ്ട, അഭിനയ ജീവിതത്തിൽ കിട്ടേണ്ട ഏറ്റവും വലിയ പുരസ്കാരമാണ് നാഷണൽ അവാർഡ്. അത് ദൈവം സഹായിച്ച് കിട്ടി. ഇത് എനിക്ക് ഏറ്റവും ഒരു ആക്ടർ എന്ന രീതിയിൽ ഭയങ്കര സന്തോഷവും, ഉള്ളിൽ ഭയങ്കര സന്തോഷം തോന്നുന്നത്, ഈ സിനിമ എല്ലാ ജനങ്ങളും, ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ 100 ദിവസം ഓടുകയാണെങ്കിൽ അതാണ് ഒരു കലാകാരന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് ഞാൻ കരുതുന്നു. സിനിമയിലേക്ക് വരാൻ പ്രചോദനമായത് മിമിക്രിയാണെന്ന് കേട്ടിട്ടുണ്ട്. മിമിക്രി കാല ജീവിതങ്ങൾ എങ്ങനെയായിരുന്നു? മിമിക്രിയിൽ ആദ്യം വീട്ടിലൊക്കെ വലിയ എതിരായിരുന്നു. അച്ഛൻ, പ്രത്യേകിച്ച് അച്ഛൻ എതിരായിരുന്നു. കാരണം എൻ്റെ ജ്യേഷ്ഠൻ സജി, പുള്ളി മിമിക്രി ആയിരുന്നു. പിന്നീട് മിലിറ്ററിയിലേക്ക് പോയി. അച്ഛൻ മിലിറ്ററി ആയിരുന്നു. അപ്പോൾ ചേട്ടന് ഈ പ്രോഗ്രാമിനൊക്കെ പോയിട്ട്, ഇനി പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊക്കെ ഈ കലയ്ക്ക് കൂടുതൽ
ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. കാരണം പോയിട്ട് ഇനി വഴിതെറ്റി പോകുമോ എന്നുള്ള പേടി കൊണ്ടാണ് അച്ഛൻ അങ്ങനെ ഒന്ന് പിടിച്ചൊക്കെ നിന്നത്. പക്ഷെ പിന്നീട് ഞാൻ മിമിക്രിയിലേക്ക് ഇറങ്ങിയപ്പോഴും അത് തന്നെയായിരുന്നു ആദ്യത്തെ അവസ്ഥ. പിന്നീട് പത്രങ്ങളിലൊക്കെ എൻ്റെ ഫോട്ടോസൊക്കെ, മിമിക്രി മത്സരത്തിൻ്റെ ഫോട്ടോസ്, 1ാം സ്ഥാനം കിട്ടിയത്, ഇതെല്ലാം വന്നപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എന്തായാലും വഴിതെറ്റില്ല എന്നാ പിന്നെ അത് എന്ന് പറഞ്ഞിട്ട് അതിന് പിന്നീട് നല്ല സപ്പോർട്ടായിരുന്നു എല്ലാത്തിനും. മിമിക്രിക്ക് മുൻപ് അല്ലെങ്കിൽ മിമിക്രി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അച്ഛനെ പോലെ അല്ലെങ്കിൽ ചേട്ടനെ പോലെ പട്ടാളത്തിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു? വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ നേരത്തെ എല്ലാ മീഡിയയിലൂടെയും പറഞ്ഞിട്ടുള്ളതാണ്. അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മിലിറ്ററി പോകണമെന്ന്. പക്ഷേ സാധിച്ചില്ല. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കൈ ഒടിഞ്ഞു. പിന്നെ സല്യൂട്ട് ചെയ്യാൻ വേറെ ആളുടെ കൈ വേണ്ടി വന്നു. പിന്നെ അതൊക്കെ ഇടങ്ങേറാണെന്ന് എഴുതിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അച്ഛൻ മിലിറ്ററി, ചേട്ടൻ മിലിറ്ററി, ഞാൻ മിമിക്രി ആയി. എല്ലാത്തിലും ഒയിലങ്ങ് പിടിച്ച് അങ്ങനെ മിലിറ്ററിയിലേക്ക് വന്നു. പക്ഷെ എന്തായാലും സിനിമാ നടനായതുകൊണ്ട് എനിക്ക്, ഇല്ലെങ്കിൽ ഒരു കലാകാരനായതുകൊണ്ട് അച്ഛനും ജ്യേഷ്ഠനൊക്കെ ഇരുന്ന സ്ഥലത്ത് കാർഗിൽ, അതുപോലെ ജമ്മു കാശ്മീർ, അവിടെയൊക്കെ പോയി മിലിറ്ററി വേഷത്തിൽ നിൽക്കാനും അഭിനയിക്കാനും ഒരു ഭാഗ്യം കിട്ടി. അത് കലാകാരനായതുകൊണ്ടാണ്. മിമിക്രി കാല ജീവിതത്തിലെ ഒരു ഉത്തമ സഹചാരിക്ക് സുരാജ് ചേട്ടനോടെന്ന് പറയാനുണ്ട്. നമുക്ക് എന്താണെന്ന് കേട്ടോ. ഓക്കെ സുരാജ്, നമസ്കാരം. വിശേഷങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് നടന്നല്ലോ അല്ലേ? അവാർഡൊക്കെ മേടിച്ചു, കണ്ടായിരുന്നു. സന്തോഷം, വളരെ സന്തോഷം. പിന്നെ സുരാജിനോട് എനിക്ക് പറയാനുള്ളത്, ഓർമ്മ പുതുക്കാനുള്ള കാര്യം, സുരാജ് നല്ലവണ്ണം ഫീമെയിൽ സ്വരത്തിൽ സംസാരിക്കും. ഞാൻ സുരാജിന്റെ മിമിക്രിയിൽ ഏറ്റവും എന്നെ അതിശയിപ്പിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരാജിന്റെ ഫീമെയിൽ ശബ്ദമാണ്. ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാൻ ആദ്യത്തെ ഒരാഴ്ച, സുരാജിന് ഓർമ്മ കാണത്തില്ല, സരികിൽ വന്നിട്ട് നിങ്ങൾ പണ്ടാ വീരപ്പന്റെ ഒക്കെ ബാല കളിക്കുന്ന സമയത്ത് രാജാവിനും റാണിക്കും പ്രജയ്ക്കും മന്ത്രിക്കും എല്ലാം സുരാജാണ് ശബ്ദം കൊടുത്തത്. അതിനകത്ത് ഫീമെയിൽ ശബ്ദം ഞാൻ പറഞ്ഞു സുരാജ് അല്ല, അത് ഒരു ആണല്ല എന്നാ ഞാൻ പറഞ്ഞു. ഒരു പെണ്ണ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സുരാജ് എന്നുള്ളൊരു വ്യക്തി അതിനകത്ത് വരേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ സുരാജ് എനിക്കിത് ലൈവ് പറഞ്ഞു ഏൽപ്പിച്ചു, ഇതേ ഡയലോഗ് പറഞ്ഞു. ഭയങ്കര സംഭവമായി. അതിനുശേഷം സുരാജ് നമ്മുടെ മിമിക്രിക്കാരുടെ ഇടയിൽ ഇത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഫീമെയിൽ ശബ്ദം ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനൊരു ഇര നമ്മുടെ അയില മോളിയണ്ണനാണ്. ഓർമ്മയുണ്ടോ? നമ്മുടെ മാഗ്നാസിൽ അയില മോളി കളിക്കുന്ന സമയത്ത് അവനെ ഇടയ്ക്ക് വിളിച്ചിട്ട് ഇന്ന പെണ്ണാണ്, കാണാൻ ആഗ്രഹമുണ്ട്, ഇഷ്ടമാണ്, തമ്പാനൂര് വരാമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ വെയിലത്ത് അയില മോളി പിടിച്ചെടുത്തിയ കഥയൊക്കെ ഓർമ്മയുണ്ടോ? ഉണ്ട്. അങ്ങനെ അത് ചർച്ച പറയുന്നത് വളരെ സത്യമാണ്. കാരണം അത് തിരുമലചന്ദ്രൻ അങ്ങനെ പറയുന്നത് 100% സത്യമാണ്. കാരണം ആദ്യം പിന്നെ മിമിക്രി വേദികളിൽ, എല്ലാ മിമിക്രി സമിതികളിലും വോയിസ് കൊടുത്തുകൊണ്ടിരുന്ന ഞാനാണ്. മെയിലും ഫീമെയിൽ ഈ രണ്ടുപേരുടെ മാത്രമല്ല. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ പ്രജ തൊട്ട് അതിൽ വരുന്ന ഫുൾ ക്യാരക്ടറുകളുടെ ശബ്ദം ഞാൻ പല സൗണ്ടിലാണ് എല്ലാ കഥാപാത്രം ഡബ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് അയിലമൂളി എന്ന് പറയുന്ന അദ്ദേഹത്തിന് കൊടുക്കാൻ കാരണം എൻ്റെ നിന്നൊക്കെ വളരെ ഏജ് ആയിട്ടുള്ളൊരു കക്ഷിയാണ്, വളരെ മൂത്ത ആളാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ എൻ്റെ ജ്യേഷ്ഠൻ്റെ പ്രായമാണ്, എൻ്റെ ചേട്ടൻ കല്യാണം കഴിച്ചു, എൻ്റെ ജ്യേഷ്ഠൻ്റെ മൂത്ത. ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങളെന്താ ഈ കല്യാണം കഴിക്കാത്ത? കല്യാണം കഴിക്കാടാ, ഏതെങ്കിലും ലൈനുണ്ടോ? ഇല്ല, അങ്ങനെ ഇതുവരെ എനിക്ക് പ്രണയിക്കാനൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എന്നെ ആരും പ്രണയിച്ചിട്ടില്ല. ഏതെങ്കിലും പെണ്ണ് പ്രണയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ തയ്യാറാണോ? ഏയ് എനിക്ക് അങ്ങനെയൊന്നുമില്ലടാ, അമ്മയൊക്കെ പറയുന്നത് കേട്ടേ, കുടുംബം പറയുന്നത് കേട്ടെ, അത് അച്ഛനും അമ്മയും പറയുന്നത് കേട്ടെ ഞാൻ കല്യാണം കഴിക്കും. ഓക്കെ. അപ്പൊ ഞാനിത് മനസ്സിൽ കരുതിയിട്ട്, പുള്ളി അന്നൊന്നും ഫോണില്ല, ഈ ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ, മൊബൈലൊക്കെ സ്റ്റാർട്ടിങ് സമയമാണ്. അങ്ങനെ പുള്ളി മാഗ്നാസ് എന്ന് പറയുന്ന നമ്മുടെ കുട്ടന്റെ ട്രൂപ്പുണ്ട്, അപ്പൊ അവിടെയാണ് പുള്ളി കിടക്കുന്നത്. അപ്പൊ അവിടുത്തെ നമ്പർ എനിക്കറിയാം. ഞാൻ ഇപ്പുറത്ത് ബൂത്തിൽ കയറിയിട്ട് ഫോൺ ചെയ്യും. ഹലോ, ഞാൻ പ്രോഗ്രാം കണ്ടിരുന്നു കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എന്താ പെർഫോമൻസ്! ആ മുരളി സാറിന്റെ ശബ്ദം ഒന്നുകൂടി ഒന്ന് പറയൂ. ആരാണ്? ഞാൻ ഇന്ദു ആണ്. അപ്പൊ ഈ എവിടെയാണ് പ്രോഗ്രാം കളിച്ചത് ആ സ്ഥലത്തെ അഡ്രസ്സൊക്കെ ഞാൻ തലേ ദിവസം തന്നെ സംഘടിപ്പിച്ച് നല്ല തിരക്കഥ ഉണ്ടാക്കിയിട്ട് ഞാൻ വിളിച്ചു. വെൽ പ്രാക്ടീസ്ഡ് ആണ്. നമുക്കൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോകാൻ നമുക്കറിയാലോ. അങ്ങനെ വിളിച്ചു. അവസാനം ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയേനെ. അത്രത്തോളം എന്നെ സ്നേഹിക്കുകയാണ്. ഒരു ദിവസം കൊണ്ടാണോ? ഒന്നല്ല, ഒരു ദിവസത്തിൽ തന്നെ കൊത്തിയല്ലോ. ഒരു ദിവസത്തിൽ തന്നെ ഞാൻ ചൂണ്ടെറിഞ്ഞ് ഉടനെ തന്നെ ആദ്യം കൊത്താനായിട്ട് ഇങ്ങനെ തട്ടിയൊക്കെ നിന്നു. പക്ഷെ അതിനുള്ള കറക്റ്റ് തിരക്കഥ ഞാൻ ഉണ്ടാക്കി. അപ്പൊ കറക്റ്റായിട്ട് വന്ന് പെട്ട് അങ്ങനെ ഏകദേശം
ഒരു 25 ദിവസത്തോളം ഇങ്ങനെ വിളിച്ചു. 25ാമത്തെ ദിവസം കല്യാണം ആലോചിച്ചു, പിന്നെ ട്രിവാൻഡ്രത്ത് വെച്ച് കാണാം. അപ്പൊ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ പറഞ്ഞില്ല, സീരിയസ് ആയി, വളരെ സീരിയസ് ആയി. പിന്നെ എനിക്ക് ഞാൻ ഇനി എന്റെ വീട്ടിൽ വിളിച്ചില്ല എങ്കിൽ പോലും എനിക്ക് ഇയാളെ വിളിക്കണം എന്നുള്ളൊരു പെട്ടെന്ന് എടുക്കുക. ഞാനും അറിയാതെ പ്രണയിച്ചു തുടങ്ങി. കാര്യം ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ ദൈവമേ ഇദ്ദേഹത്തിന്റെ കൂടെ, കാര്യം അത്രത്തോളം നമ്മൾ തങ്ങളിൽ മാനസികമായിട്ട് അടുത്ത്. ഞാൻ ഹിന്ദു, പുള്ളി ഹിന്ദുവാ. ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ പുള്ളിയുടെ അടുത്താ വന്നിരിക്കുന്നത്. ഫോൺ ചെയ്ത് ശരി ഏട്ടാ, ഓക്കെ ബൈ. സംസാരിക്കുന്ന സമയത്തെ പ്രശ്നമുള്ളൂ. എന്തോരം ഉമ്മ കൊടുത്തേക്കും, ഒരു കിസും കൂടി. ഇത് കട്ട് ചെയ്തിട്ട് നേരെ തുറന്നു നോക്കുന്നത് ആ ബൂത്തിൽ നിന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിനെ കാണാം. ഓ, ഇവനാണല്ലോ ഇത്രയും നേരം മുത്തം കൊടുത്തത്. എന്നാലും കുഴപ്പമില്ല, അണ്ണനുമായിട്ട് ഇതൊക്കെ അവസാനം ഞാൻ വിളിച്ചെടുത്തിട്ട് ഞാൻ പറഞ്ഞു, അണ്ണാ നിങ്ങൾക്കൊരു പ്രണയം ഉണ്ടല്ലോ, ഞാൻ അറിഞ്ഞു, കെട്ടുന്നില്ലേ? കെട്ടണോടാ, ഇനി ഇത്രയും വയസ്സായില്ലേ, 42 വയസ്സായി, ഇനി നിന്നിട്ട് കഥയില്ല, ഇനി കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്നത് ദ്രോഹമല്ലേ എന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തിന്റെ പറഞ്ഞു, അണ്ണാ ഇത് ഞാനാണ്, എന്നെ ഒന്നും ചെയ്യരുത്. പ്രതികരണം എങ്ങനെയായിരുന്നു? പ്രതികരണമൊക്കെ ഇതിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറെ അനുഭവങ്ങളുണ്ടായി. ഇപ്പൊ ഇത് ഒന്നല്ല കേട്ടോ, ഫീമെയിലില് പല ആൾക്കാരും പറ്റിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഈ ചില ഞരമ്പുകളുണ്ട്, പെണ്ണിന്റെ വോയിസ് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർ. അപ്പൊ ഇത് എന്റെ പൈസ കൊടുത്തല്ല വിളിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അടുത്തൊരു സുഹൃത്തുണ്ട്, ഇവൻ ഇങ്ങനെയാണ്, കുഴപ്പമാണ്, ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവനെ പറ്റിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പറിൽ നിന്നായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ എടുത്തു തരുന്ന നമ്പറിൽ നിന്നായിരിക്കും ഞാൻ വിളിക്കുന്നത്. എന്റെ നമ്പറിൽ നിന്ന് ഞാൻ അങ്ങനെ ഫോൺ ചെയ്ത് പൈസ കളയാറുമില്ല, അങ്ങനെ എന്റർടൈൻമെന്റ് ചെയ്യിക്കാറുമില്ല. ഇനി ചന്ദ്രൻ ചേട്ടൻ തന്നെ പറയുകയുണ്ടായി, സുരാജ് ചേട്ടൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് സിനിമയിലേക്ക് വന്നത്. സിനിമയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് തന്നെ ഒരു ലൊക്കേഷനിൽ നിന്ന് പരിപാടികളപ്പോൾ, സിനിമയിലായിരിക്കുന്ന സമയത്ത് തന്നെ ലൊക്കേഷനിൽ നിന്ന് പരിപാടികളപ്പോൾ പോയി അസുഖങ്ങൾ ഉണ്ടായിട്ട് ഒരിക്കൽ ഹോസ്പിറ്റലൈസ് ചെയ്യുകയുണ്ടായിരുന്നു. ഇപ്പോൾ വരുന്ന കലാകാരന്മാർക്ക് അല്ലെങ്കിൽ സിനിമയിലേക്ക് പ്രവേശിക്കുന്നവർക്ക്, അവർക്ക് സിനിമയിലേക്കൊരു പ്രവേശനം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവരെ ബാക്ക്ഗ്രൗണ്ട് മറക്കുകയാണ് ചെയ്യുന്നത്. അവരോട് എന്താണ് പറയാനുള്ളത്? കാര്യം നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല. ഇപ്പോൾ ഞാനിത് മുമ്പ് പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ മിമിക്രി ചെയ്യുമ്പോൾ ഞാൻ മിമിക്രിയും ചെയ്യും, അതുപോലെ തന്നെ പിന്നെ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്, ആ സമയത്ത് തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇത് മൂന്നും ഒരേപോലെ കൊണ്ടുപോകാൻ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറച്ച് നമ്മൾ ശരീരമൊക്കെ പോവും, കുറച്ച് ടെൻഷൻ അടിക്കേണ്ടി വരും. പക്ഷെ ഞാൻ അങ്ങനെ ഉറച്ച്, ഇപ്പോൾ കിട്ടുന്ന ജോലി ഏതായാലും അതിൽ 100% ആത്മാർത്ഥത കാണിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ നിലയിൽ എത്താൻ പറ്റിയത്. എന്തെങ്കിലും ആയെങ്കിൽ അത് എത്താൻ കാരണം ഇതൊക്കെ തന്നെയാണ്. അല്ല ഇതിൽ 10 ദിവസം നിന്നിട്ട് ഇത് മടുത്തു, ഇനിയിപ്പോൾ അതിലോട്ട് ചാടാം, അങ്ങനെ ചാടിപ്പോകുന്നവർക്ക് ഒരിക്കലും അങ്ങനെ ക്ലച്ച് ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചില ഭാഗ്യം കൊണ്ടൊക്കെ വന്നേക്കാം. ഇപ്പോഴും മുൻകാലങ്ങളിലുള്ള ബന്ധങ്ങൾ തുടരുന്നുണ്ടോ? പിന്നെ തീർച്ചയായും മിമിക്രിയിലായാലും പിന്നെ എൻ്റെ സ്റ്റേജ് ഷോകളിലായാലും പിന്നെ സീരിയലിലായാലും എല്ലാ ആൾക്കാരെയും ഇപ്പോഴും കാണാറുണ്ട്, വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പുതുതായിട്ട് എനിക്ക് പല സുഹൃത്തുക്കൾ വന്നെങ്കിലും പഴയ ആൾക്കാരാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരം. ഇതിന് സിനിമയിലേക്ക് വരുന്നതിനായാലും മിമിക്രി ചെയ്യുന്നതിനായാലും, മിമിക്രിക്ക് ആദ്യം വീട്ടുകാരെതിരായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടുകാരുടെ ഒരു ശിക്ഷണത്തിൽ ഒരുപാട് വളർന്നത്, വീട്ടുകാരുടെ പ്രത്യേകിച്ച് അച്ഛൻ്റെയും മാമൻ്റെയും ശിക്ഷണത്തിൽ ഒരുപാട് വളർന്ന ആളാണ് സുരേഷ് ചേട്ടൻ. ആ ശിക്ഷണം എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് സിനിമയിലേക്കായാലും? അതൊക്കെ ഇപ്പോൾ ഒരുപക്ഷെ അവരുടെ അത്രയും ഒരു നമ്മൾ അത്രയും നല്ലൊരു ശിക്ഷണം തന്ന് വളർത്തിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഞാനിങ്ങനെ ആകണമെന്നില്ലായിരുന്നു. ചെറുതിലേക്ക് ഞാൻ ഇത്തിരി കുസൃതിയൊക്കെ ആണെന്നായിരുന്നു അവരുടെ പക്ഷം. പക്ഷേ ഇപ്പോൾ എൻ്റെ മകൻ കുസൃതി കാണിക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ പ്രായത്തിൽ ഇതിനേക്കാൾ കുസൃതി ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ മകനെ ഒന്നും അടിക്കാനോ ഒന്നിനും അടിക്കാറില്ല. പക്ഷെ എനിക്ക് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. അത് അച്ഛൻ്റെന്നായാലും ചേട്ടൻ്റെന്നായാലും മാമൻ്റെന്നായാലും. പിന്നെ വഴിയെ പോകുന്നവരും വന്ന് അടിച്ചിട്ട് പോകുന്നത് എന്നൊക്കെ അടിക്കുന്നുണ്ട്. എന്താ പ്രശ്നം? കുട്ടപ്പൻ്റെ അല്ല സുരാജിൻ്റെ അച്ഛൻ അടിക്കുന്നു. സുരാജ് അദ്ദേഹത്തിന് കൈ കഴിക്കാൻ വന്നിട്ട് എന്താടാ ഇങ്ങനെ അടിച്ചിട്ടൊക്കെ ചിറ്റപ്പന്മാരടിച്ചിട്ടുണ്ട്, മാമന്മാരടിച്ചിട്ടുണ്ട്.
മാമന്മാരെ അടിച്ചിട്ടില്ല, മാമൻ ഒരു മാമനേ ഉള്ളൂ. അപ്പൊ അറിയാതെ തന്നെ പറഞ്ഞു സുരാജിന്റെ അതിന് മുൻപ് കുട്ടപ്പന്റെ അച്ഛൻ കുട്ടപ്പൻ അടിക്കുന്നു എന്ന് പറഞ്ഞു. കുട്ടപ്പൻ എന്നാണല്ലേ വീട്ടിൽ? അതെ, വീട്ടുപേര് കുട്ടപ്പനാണ്. അങ്ങനെ കുട്ടപ്പ എന്ന് വിളിക്കുന്നത് അച്ഛനും അമ്മയും, ഇവർ രണ്ടുപേരും വിളിക്കും. പിന്നെ ചേച്ചിയും വിളിക്കാറുണ്ട്. ഇങ്ങനെ കുട്ടപ്പനെ ഒരുപാട് തല്ലിയ കൂട്ടത്തില്, നന്നാവാൻ വേണ്ടി ഒരുപാട് തല്ലിയ കൂട്ടത്തിൽ ഒരാള് സുരാജ്. പലപ്പോഴും നിന്റെ മാമൻ കേരളം ഒട്ടൊരു നിന്നെ ഉപദ്രവിക്കുന്ന ഒരു മാമനായിട്ടാണ് അറിയപ്പെടുന്നത്. പലപ്പോഴും പല വേദികളിലും എനിക്ക് ഇതിനൊരു മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ തന്നെയും നിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അച്ഛൻ്റെ എതിർപ്പിനെ അവഗണിച്ചും നിന്നെ ഈ തരത്തിലേക്ക് ഉയർത്തുന്നതിലുള്ള ഒരു ചെറിയ പങ്ക് എന്നാൽ കഴിയുന്നത് ഞാൻ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ ഈ ഒരു കേരളം ഒട്ടൊക്കെ നിന്നെ അടിക്കുന്ന മാമൻ എന്നുള്ള നിലയിലുള്ള ആ ഒരു തെറ്റിദ്ധാരണ ഇന്നെങ്കിലും മാറിക്കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് നിന്റെ ഈ അവാർഡും അതിനോടനുബന്ധിച്ച് എൻ്റെ ഈ ചെറിയ ഇൻ്റർവ്യൂ ഉപകരിക്കട്ടെ എന്ന് ഞാൻ സത്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വെറുതെ മാമൻ ഒരു മാമനേ ഉള്ളൂ, വെറുതെ അങ്ങനെ വന്ന് അടിച്ചിട്ടൊന്നും പോവില്ല. നമ്മൾ അന്നത്തെ കുസൃതി കാര്യം, ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, നമുക്ക് പിള്ളേരുമായിട്ട് കളിക്കാൻ പോകും. പക്ഷേ പറഞ്ഞു വിടുന്ന ആ ടൈമിന് ചിലപ്പോൾ അത് ഒരു പിന്നെ പോയിട്ട് കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് പെട്ടെന്ന് വരണം എന്ന് പറയുകയാണ് എക്സാം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കുറച്ച് സുഹൃത്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് കളിച്ച് അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ചന്തയിൽ പോയി മീൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോയി അന്ന് പോയി 2 രൂപയുടെ പിന്നെ നെത്തോലിയോ എന്തെങ്കിലും വാങ്ങിയിട്ട് അത് കറക്റ്റ് ടൈമിന് ഇവിടെ കിട്ടിയില്ല എങ്കിൽ ആ സാധനം ചീഞ്ഞു പോകത്തില്ലേ. ഞാൻ വരുന്ന വഴിക്ക് ആരെങ്കിലും കളിക്കാനുണ്ടെങ്കിൽ അതെല്ലാം കളിച്ച് എല്ലാം കഴിഞ്ഞ് ഒരു 2 മണിയാകുമ്പോൾ ഇതിനെ ഇനി കളയണോ എന്താണെന്നുള്ള അവസ്ഥയിൽ ചീഞ്ഞ് നാറി വീട്ടിൽ കയറി വരുമ്പോൾ അടിക്കില്ലേ. അങ്ങനെയുള്ള ചെറുപ്പത്തിലുള്ള കുസൃതി അതിന് ഒരുപാട് മാമൻ തല്ലിയിട്ടുണ്ട്. പക്ഷെ ആ തല്ലിയതെല്ലാം എനിക്ക് പിന്നീട് ഗുണകരമായി. ഇപ്പം എനിക്ക് തിരിച്ചറിവ് വരുന്ന പ്രായം തൊട്ട് പിന്നെ ഒരുപാട് ഹെൽപ്പുകൾ എല്ലാം മാമൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൂടെയൊക്കെ പറയുന്നപ്പോൾ അന്ന് മാമന് ചിലപ്പോൾ ഫീലിംഗ് ആയിരിക്കും, അങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ടൊരു മാമനെന്നല്ല, എൻ്റെ പല ടേണിംഗ് പോയിന്റിലും അതിനെല്ലാം കൂടെ നിന്ന ആളാണ് മാമൻ. ഇപ്പോഴും നമുക്കൊരു അത്യാവശ്യം എന്തെങ്കിലും വിഷമകരമായ അവസ്ഥകളിൽ, സന്തോഷകരമായ അവസ്ഥകളിൽ എല്ലാത്തിലും കൂടെ നിൽക്കുന്നത് മാമൻ മാത്രമല്ല, മാമനും അച്ഛനും ബ്രദർ സിസ്റ്റർ എല്ലാവരും. അച്ഛൻ എങ്ങനെയായിരുന്നു? അച്ഛൻ പട്ടാളത്തിലായിരുന്നു ഒരു കാലം മുഴുവനും. പിന്നെ ഇടവേളയ്ക്ക് വീട്ടിൽ വരുമ്പോൾ മകനോട് എങ്ങനെയായിരുന്നു? ഇടവേളയ്ക്ക് വരുന്ന ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെറുതിലെ ഇതെല്ലാം ശീലിപ്പിച്ചത്. ഇപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരാളെയൊന്നും കടം വാങ്ങരുത്, 1 രൂപ പോലും വെറുതെ ഇരുന്നിട്ട് അധ്വാനിച്ച് ജീവിക്കുക. നമുക്ക് ഇന്നത് വാങ്ങണമെന്ന് പറഞ്ഞാൽ വേറൊരാളെ നിന്ന് കടം വാങ്ങരുത്. കടം വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ പ്രാപ്തനായിരിക്കണം. അത് നാളെ പറയുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരമേ കൊടുത്തിരിക്കണം. ഇല്ല എങ്കിൽ വാങ്ങാൻ പോകരുത്. പട്ടിണി കിടന്നു അതിനൊരു അന്തസ്സുണ്ട്, പക്ഷേ കടം വാങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ബാങ്കിൽ നിന്നൊന്നും എൻ്റെ ഓർമ്മയിൽ ഇതുവരെ ലോൺ എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ഈ ശിക്ഷ തന്നെയാണ് തുടർന്ന് അങ്ങോട്ടുള്ള ജീവിത വിജയത്തിനും? തീർച്ചയായിട്ടും. അവരുടെയൊക്കെ അതല്ലേ പറഞ്ഞത്, ഇപ്പോൾ അച്ഛനായാലും മാമനായാലും ജ്യേഷ്ഠനായാലും അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഫലം തന്നെയാണ് ഈ ഞാനെന്ന് പറയുന്ന ആൾ. ഇനി ഏത് പദവിയാണ് അല്ലെങ്കിൽ എങ്ങനത്തെ വേഷങ്ങൾ ചെയ്യണമെന്നാണ് സുരാജേട്ടൻ ആഗ്രഹം? എനിക്ക് അവസരങ്ങളാണ് വേണ്ടത്. ഇന്ന വേഷങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹാസ്യത്തിനാണ് എന്നെ വിളിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ചെയ്യാൻ ഇഷ്ടമാണ്. വില്ലനാണെങ്കിൽ വില്ലൻ, കൊമേഡിയൻ ആണെങ്കിൽ അല്ലെങ്കിൽ ക്യാരക്ടർ റോളാണെങ്കിൽ അത്. എന്തായാലും ഈ നാഷണൽ അവാർഡ് കിട്ടിയത് കൊണ്ട് ഇത്രയും നാൾ ചെയ്തതെന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല ക്യാരക്ടറുകൾ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ വരുന്നെങ്കിൽ, ഈ അവാർഡ് കാരണം അങ്ങനെ വരുന്നെങ്കിൽ അത് ഏറ്റവും വലിയ സന്തോഷിക്കുന്നു. ഏത് വേഷവും ചെയ്യും. എനിക്ക് വേണ്ടത് അവസരങ്ങൾ. ഈ അവസരങ്ങൾ തരാൻ ഇനിയും എല്ലാ സംവിധായകന്മാരും നിർമ്മാതാക്കളും ചേട്ടനെ സമീപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇനി അവസാനമായി ചേട്ടൻ്റെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഞാൻ എന്തെങ്കിലുമൊക്കെ ആയെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇതുവരെ എത്തിയെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്നെ
രണ്ട് കൈയും കൂട്ടി അടിക്കുന്ന ആ ശബ്ദം, ആ ഒരു പ്രോത്സാഹനം ഒന്നുകൊണ്ടാണ് ഇതുവരെയെങ്കിലും എത്തിയത്. ഇനിയും എനിക്ക് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട്, നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം ആവശ്യമാണ്. തുടർന്നും ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് നിങ്ങളെ ചിരിപ്പിക്കാൻ, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ സാധിക്കട്ടെ. അതിന് വേണ്ടത് എൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. അവരുടെ ഊർജം എന്നും എന്നോടൊപ്പം ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ നന്ദി. ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ വെഞ്ഞാറമൂട് സുരാജേട്ടനായിരുന്നു. ആഗ്രഹിച്ച ഉയരങ്ങളെല്ലാം അദ്ദേഹത്തിന് എത്തിപ്പിടിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്